സൂര്യകാന്തി നല്ല വലുപ്പമുണ്ട് കേട്ടോ. അയ്യോ, ഞാനിത് തൊടാൻ വേണ്ടി പോവായിരുന്നു, അപ്പോഴാണ് ഇത്. നമസ്കാരം, സൗമ്യയാണ്. ലൈഫ് ഓഫ് അൻസറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു പർച്ചേസിങ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അതിൽ കുറേ പേർക്ക് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. എന്തോരം വിലയാണ് ഇവിടെ സാധനങ്ങൾക്ക്, എങ്ങനെ നിങ്ങൾക്ക് അതെല്ലാം വാങ്ങാൻ കഴിയുന്നു, നല്ല സാലറി ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ കഴിയുള്ളൂ എന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് ഒരു 4 വർഷം മുന്നേ ഞാൻ വന്ന സമയത്ത് സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രൈസ് കണ്ടാലും ഞാൻ അപ്പോൾ ഇങ്ങനെ മണക്കണക്ക് ഇങ്ങനെ കൂട്ടും. നമുക്കറിയാലോ ഒരു ഇത്ര കോച്ചാന്ന് പറയുന്നത് ഇത്ര രൂപയാണെന്നുള്ളത്. അപ്പം അങ്ങനെ മനക്കണക്ക് കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കും, അയ്യോ ഇതിന് ഇത്രയും പ്രൈസ് ആണല്ലോ, ഇത് വേണ്ട വേണ്ട അങ്ങനെയൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അരുണേട്ടനോട് പറയാറുണ്ട്, ഒരിക്കലും ഇവിടുത്തെ കോച്ചേനെ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യരുത്. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നിന്നാൽ നമ്മൾ ഇവിടുത്തെ ഒരു സാധനം വാങ്ങാൻ കഴിയില്ലാണ്. അത് ശരിക്കും പറഞ്ഞാൽ സത്യമാണ് കേട്ടോ. നമ്മളിവിടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരിക്കലും അയ്യോ ഇതിന് ഇത്ര കോച്ചയാണെങ്കിൽ നാട്ടിൽ ഇത്രയും രൂപയാകുമല്ലോ എന്നുള്ള അങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു സാധനം വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന കോച്ചയിൽ എന്തൊക്കെ കിട്ടുന്നോ ആ സാധനങ്ങൾ നമ്മൾ വാങ്ങാന്നുള്ളൂ. അല്ലാതെ ഞങ്ങളത് ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യലില്ല. കൺവേർട്ട് ചെയ്താൽ നമുക്ക് മനസ്സിന് സങ്കടമായി പോകും, ഇത്രയും പ്രൈസ് ആണല്ലോ എന്നുള്ളത്. അതായത് നാട്ടിൽ ഒരു 50-60 രൂപയ്ക്ക് കിട്ടേണ്ട ബിസ്ക്കറ്റൊക്കെ 400-300 രൂപ, അതായത് കൺവേർട്ട് ചെയ്യുമ്പോൾ 400-300 രൂപയാകും ഇന്ത്യൻ മണി. അപ്പം നമ്മൾ ഒരിക്കലും 300 രൂപ കൊടുത്തൊരു ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാന്ന് അറിയണത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും കോച്ചയിലുള്ള പ്രൈസിന് ഇന്ത്യൻ മണിയിലേക്ക് ഞാനും അരുണേട്ടനും കൺവേർട്ട് ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങാനും പറ്റുന്നത്. പിന്നെ കുഴപ്പമില്ല, നല്ല എക്സ്പെൻസീവ് തന്നെയാണ്. ഈ എക്സ്പെൻസീവ് ആവാൻ കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ മലാവിയിൽ കടലില്ല. അതുകൊണ്ട് തന്നെ കപ്പൽ മാർഗം സാധനങ്ങൾ കൊണ്ടുവരുന്ന പരിപാടിയില്ല. തൊട്ടയൽ രാജ്യങ്ങളിലെ കപ്പൽ മാർഗം വന്ന് പിന്നെ റോഡ് മാർഗം വന്ന് ആണ് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഫ്ലൈറ്റ് കൊറിയർ ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കടയിലെ ആൾക്കാർ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതേപോലെ കപ്പലിൽ കൊണ്ടുവന്ന് ചിലപ്പോൾ അയൽ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് റോഡ് മാർഗത്തിനൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങളും ചിന്തിക്കണം ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എത്രത്തോളമാണെന്ന്. അപ്പോൾ അവർ ഓരോ പ്രൊഡക്റ്റിലും അതിൻ്റെയൊക്കെ കോസ്റ്റ് ഡിവൈഡ് ചെയ്ത് എല്ലാത്തിലേക്കും ആക്കും. അതുകൊണ്ടാണ് ഇവിടെ പ്രൈസ് കൂടുതൽ കേട്ടോ. അതാണ് അപ്പോൾ ഇങ്ങനെ പ്രൈസ് കൂടുതലാവാനുള്ള കാരണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നോർമലി ഇങ്ങനെയൊക്കെ കണക്കൂട്ടി അവർ കോച്ചയിലേക്ക് പൈസ, അതായത് നമ്മുടെ ഇന്ത്യൻ സാധനം ഇങ്ങനെ എല്ലാ ഷിപ്പിങ്ങും കഴിഞ്ഞ് നമ്മുടെ ഈ മലാവിയിൽ എത്തുമ്പോൾ അവർ ചാർജ് ചെയ്യുന്ന ഒരു പ്രൈസും, അതിൻ്റെ ഒപ്പം തന്നെ മലാവിയിൽ ഡീവാലുവേഷൻ വരാറുണ്ട്. ഓരോ തവണയിൽ ഡീവാലുവേഷൻ വരുമ്പോൾ സാധനത്തിൻ്റെയൊക്കെ പ്രൈസ് പിന്നെയും കൂടും. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ് പ്രൈസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സാധനത്തിന് വില കൂടുന്നത് കേട്ടോ. എൻ്റെ അറിവിൽ, എനിക്ക് ചെറിയ അറിവുള്ളൂ, ആ ഒരു അറിവിൽ എനിക്ക് ഇത്രേ അറിയുള്ളൂ. അപ്പോൾ അതാണ് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു, എന്തോരം പ്രൈസാണ്, നിങ്ങൾ എങ്ങനെ സാധനം വാങ്ങുന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷെ കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. അതന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഇച്ചിരി പ്രൈസ് ആയാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മലാവിയിൽ കിട്ടുന്നുണ്ട്. അതന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലേക്കാട്ടിലും ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പച്ചക്കറിയും അവിടെ നിന്ന് കണ്ട പച്ചക്കറിയും ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പച്ചക്കറിയും നമ്മൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരുടെയും ഡൗട്ട് ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയി. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും ആരും അങ്ങനെ കോച്ചയിൽ നിന്ന് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഇത് ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഈവനിങ്ങിൽ ഇവിടെ ലിലോങ് എന്ന് പറഞ്ഞ സിറ്റിയിൽ പോവുകയാണ്. ഇവിടെ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാം ഉണ്ട്. അതായത് വാർഷികമാണ് മലയാളി അസോസിയേഷൻ്റെ വാർഷികവും പിന്നെ കേരളപ്പിറവിയും എല്ലാം കൂടെ ജോയിൻ ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അരുണേട്ടൻ ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അരുണേട്ടൻ വൈകുന്നേരം വന്നിട്ട് ഞാൻ അവിടെ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് പോകാനും അവിടെ കുട്ടികളുടെയും ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളവിടെ വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെയുള്ളൂ തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഒപ്പം നമ്മുടെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളും കൂടെ കാണാം കേട്ടോ. അതില്ലാതെ എന്ത് വീഡിയോ ആണല്ലേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം.
ഇന്ന് രാവിലെ നമ്മുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെറ്റൂണിയ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പെറ്റൂണിയ ചെടി ഭയങ്കരമായിട്ട് പടർന്ന് പന്തലിച്ചെന്നു കണ്ടില്ല. ആ ചെടീൻ്റെ വലുപ്പം അത്രയും അങ്ങനെ കണ്ട് പടർന്ന് പന്തലിച്ചെന്നു. എന്നിട്ട് അതിൽ ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂക്കൾ നിറഞ്ഞിക്കണ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ അത് വെട്ടിക്കളയേണ്ടത് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ നന്നായിട്ട് പടർന്ന് പന്തലിച്ച് ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയി, ഉണങ്ങിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ച ആ ചെടിയൊക്കെ പറിച്ചിട്ട് നമ്മുടെ വാഴേൻ്റെ ചൂട്ടിലിടാന്ന്. വാഴേൻ്റെ ചോട്ടിലിടാൻ കാരണം അതിൽ ഞങ്ങൾ വിത്തുണ്ടെങ്കിൽ അവിടെ കിടന്ന് മുളച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം മഴക്കാലം വരികയാണല്ലോ. അപ്പോൾ അതൊക്കെ വെട്ടി അതിൻ്റെ ചോട്ടിലിട്ടു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താ ഈ ഒരു ചെടീൻ്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ പേര് കിട്ടണില്ല. അപ്പോൾ ആ ഒരു ചെടി വെട്ടിയിട്ട് പകുതിയാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഭയങ്കര കാട് പോലെ നിന്നിരുന്നു കേട്ടോ. അത് ഈ ഫെൻസിങ്ങിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് കാടായി പോകും. അപ്പോൾ ഞാൻ നെൽസനോട് പറയുന്നു അതിൻ്റെ പകുതി വെച്ച് വെട്ടാൻ വേണ്ടിയിട്ട്. അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര മണമായിരുന്നു കേട്ടോ. അവിടെ ആ ഒരു ഏരിയ മൊത്തം ആ ഒരു പുല്ലിൻ്റെ ഒരു സ്മെല്ലായിരുന്നു. പക്ഷെ നല്ല സ്മെല്ലാണ്. വല്ല തലവേദന ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തലവേദനയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടു കേട്ടോ. കാരണം നല്ലൊരു മണമായിരുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ അതിൻ്റെ മണം. അങ്ങനെ അതിൻ്റെ മണം ഇഷ്ടമായിട്ട് ഒരു 2 മൂട് കൊണ്ട് നട്ടതാണത്. പക്ഷേ ഇവരൊക്കെ മലാവിയൻസൊക്കെ അതിൻ്റെ ഇല പറിച്ചിട്ട് ചായപ്പൊടിക്ക് പകരം ചായ ഉണ്ടാക്കി കുടിക്കുന്നത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തമ്മാല കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തമ്മാല പറഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെ അവർ ടീ പോലെ ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനതിൻ്റെ മണം കൊണ്ടാണ് അത് നട്ട് വെപ്പിച്ചത്. എന്തെങ്കിലുമൊക്കെ ഒരു ഔഷധ ഗുണമുള്ള സാധനമായിരിക്കുമല്ലോ എന്നും വിചാരിച്ചിട്ട്. അങ്ങനെ അത് നല്ല കുറ്റിയല്ല കുറച്ചും കൂടി ഹൈറ്റിൽ വെച്ച് നമ്മളിത് വെട്ടിയിട്ടുണ്ട്. നമ്മുടെ തങ്കുമണി ഉണ്ട് കേട്ടോ കൂടെ. തങ്കു ഇപ്പോൾ തങ്കുവിൻ്റെ രോമൊക്കെ കുറച്ച് വളർന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. തങ്കുവിന് നമ്മൾ എപ്പോൾ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കണം. നമ്മൾ എന്തെങ്കിലും കൊത്ത് കളക്കി വെട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അന്നേരം അത് കാണുമ്പോൾ ആ കൂട്ടിൽ നിന്ന് ഭയങ്കര കുരയായിരിക്കും കേട്ടോ. അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. മണ്ണൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ തങ്കു നന്നായിട്ട് മണ്ണിൽ കളിക്കുകയാണെങ്കിൽ നമ്മളപ്പം തന്നെ അവനെ കുളിപ്പിക്കും കേട്ടോ. കുളിപ്പിച്ചിട്ട് പിന്നെ കൂട്ടിൽ കയറ്റാറുള്ളൂ. പിന്നെ തങ്കുവിന് എല്ലാ വാക്സിനും പിന്നെ ഡീവാമിയും വാക്സിനും ഒക്കെ എടുക്കണേം കൊണ്ട് തങ്കുവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ ഹാപ്പിയാണ്. ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു വെട്ടിയിട്ട പുല്ലൊക്കെ നമ്മുടെ വാഴേൻ്റെ ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്ന് ജീർണിച്ച് അതിനൊരു വളമായി മാറിക്കോളും. പിന്നെ ബാക്കിയുള്ള ഈ ഭാഗമൊക്കെ നമ്മളൊന്ന് പുല്ലൊക്കെ ചെത്തുകയാണ്. നമ്മളല്ല, നമ്മുടെ നെൽസൺ പുല്ലൊക്കെ ചെത്തി ക്ലിയർ ആക്കി തരികയാണ്. കാരണം മഴയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ശരിയാക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ നമുക്ക് കുറച്ച് അധികം ഏരിയ കൂടുതലാണ്. അതുകൊണ്ട് കുറേ പണികളുണ്ട് മഴ വരുന്നതിൻ്റെ മുന്നേ. അതേപോലെ തന്നെ നമ്മുടെ തങ്കുമോനൊരു ഷെഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവൻ്റെ കൂടിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കൊക്കെ വലിച്ച് കെട്ടണം. അത് ഇന്ന് എന്തായാലും ചെയ്യേണ്ടതല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. വലിയ മഴ വരുന്നതിൻ്റെ മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ നെൽസൻ്റെ പുറകെയാണ്. നെൽസനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കേട്ടോ നമ്മുടെ തങ്കു. നെൽസൺ അതേപോലെ തന്നെ തിരിച്ചും ഇഷ്ടമാണ് തങ്കുവിനെ. തങ്കു പിന്നെ ഉച്ചത്തേക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ പോയി. കുറച്ച് നേരം അതിൻ്റെ പണിയിലൊക്കെ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വൈകുന്നേരമായി കേട്ടോ. അന്നേരം ഞാൻ നെൽസനോട് പറയുന്നു എൻ്റെ അടുത്ത് കുറച്ച് വിത്തുണ്ട്, അപ്പം നമുക്കിത് ഇവിടെ നടാന്നുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം പഴയതായിട്ടുണ്ടായിരുന്ന പയറിൻ്റെ വള്ളിയും കമ്പൊക്കെ എടുത്ത് മാറ്റാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മുളകിൻ്റെ തൈ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണക്കമുളക് പറിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അതിൽ ഒരു തൈ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി തൈകൾ അത്രയ്ക്ക് അങ്ങനെ ഒരുപാട് മുളകൊന്നും ഇല്ലാത്ത തൈയാണ്. അപ്പോൾ അതൊക്കെ പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. പറിച്ച് കളഞ്ഞിട്ട് ഈ ഒരു ഭാഗം നന്നായിട്ട് ചെത്തിക്കോരി ഒരു ബെഡ് പോലെ ആക്കണം. എന്നിട്ട് അവിടെ നമുക്ക് കുറച്ച് വിത്തുകളൊക്കെ നടണം കേട്ടോ. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞതല്ലോ കുറച്ച് വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കൊണ്ടുവന്ന വിത്ത്. പക്ഷേ എന്തോ ഞാൻ ആദ്യം നാട്ടിൽ നിന്ന് വാങ്ങിയ ഹൈബ്രിഡ് വിത്തുകളെ പോലെ അല്ല. ഈ ഒരു വിത്ത് അധികം മുളയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്കതൊരു നഷ്ടമായിട്ടാണ് തോന്നിയത്. കാരണം പൈസ കൊടുത്ത് വാങ്ങിയ വിത്തല്ലേ, വെറുതെ കിട്ടുന്ന വിത്തൊക്കെ
ആണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങണ വിത്ത് അധികമൊന്നും മുളച്ചില്ല കേട്ടോ. ഞാൻ ആ ഒരു ഓൺലൈൻകാരെ വിശ്വസിച്ചിട്ട് മേടിച്ചതായിരുന്നു. കാരണം അവരുടെ വീഡിയോസും അവരുടെ വാട്സപ്പ് സ്റ്റോറീസൊക്കെ കാണുമ്പോൾ അവർ ഒരുപാട് സെല്ല് ചെയ്യാൻ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് പഴയ വിത്തുകളൊന്നും അവരുടെ ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത് പഴയതായതുകൊണ്ടാണോ എന്തോ അറിയില്ല, അധികമൊന്നും വിത്ത് മുളയ്ക്കുന്നില്ല. ഒന്നോ രണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ മുളച്ചാലായി, അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു ഇച്ചിരിയും കൂടെ വിത്ത് മേടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പയറും അതൊക്കെ ഉണ്ടാക്കണം എന്നെങ്കിൽ നമ്മൾ എന്നും തോരനൊക്കെ വെക്കുന്ന ആൾക്കാരല്ലേ. അപ്പം അപ്പോഴേ നമുക്ക് തോരൻ വെക്കാനൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നെൽസൺ അവിടെ നിന്ന് ആ പഴയ മുളകിൻ്റെ തൈയും എല്ലാം എടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. നേരത്തെ നെൽസൺ കളച്ചു കൊടുത്ത് നമ്മൾ കുറച്ച് ക്യാബേജിനെയും കോളിഫ്ലവറിൻ്റെ ഒക്കെ വിത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നടാൻ പോകുന്നത് ഇതേ ഈ കാണുന്ന ബീൻസിൻ്റെ ഒക്കെ വിത്താണ്. അപ്പം നെൽസൺ വിചാരിച്ചു നേരത്തെ ക്യാബേജിൻ്റെ ഒക്കെ പോലെ ചെറിയ വിത്തായിരിക്കും വിചാരിച്ചിട്ട് ചെറിയ ഇങ്ങനെ നീട്ടത്തിനുള്ള ചാലെടുക്കുകയായിരുന്നു. അപ്പം ഞാൻ പറയുന്നു അങ്ങനെയല്ല, നമ്മൾ ബീൻസൊക്കെ നടുവില്ലേ അതേപോലെ കുഴിയാക്കണം, എന്നിട്ടാണ് നടാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീൻസ് നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ഓട്ടോട്ടാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ 2 ബെഡിൽ നമുക്ക് ബീൻസ് നടണം. ഇത് എന്താ ബെല്ലി ബീൻസ്, ഹൊസു ബീൻസ് എന്നൊക്കെ പറയുന്ന ബീൻസാണ്. ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എന്തായാലും വാങ്ങിയിട്ടുണ്ട്. ഇത്തവണ ഈ നടന്ന സാധനങ്ങളൊന്നും അധികം, അതായത് മുളച്ച് വന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നട്ട വിത്തുകളിൽ കുറച്ച് മാത്രമേ മുളച്ചിട്ടുള്ളൂ. ആ മുളച്ച് വന്ന സാധനത്തിൽ നല്ല രീതിക്ക് എന്താ പറയുക, ഈ കായ്കളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യമൊന്നും ഞാൻ അധികം വിത്തുകൾ വാങ്ങില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത പഴയ വിത്തുകൾ തന്നെ ഉപയോഗിക്കുകയായിരിക്കും ഇനി ചെയ്യുക. കാരണം നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഇതൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് പൈസ കളഞ്ഞത് വാങ്ങുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു ബെഡിലാണ് നമ്മൾ ബീൻസൊക്കെ നടാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ ബെഡിലുള്ളത് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, മല്ലി ഇലയല്ല, മല്ലീൻ്റെ ചെടിയിൽ ഉണ്ടായിട്ടുള്ള മല്ലിയാണിത്, കണ്ടില്ലേ? നല്ല പ്യുവർ മല്ലിയാണ്, ഉണങ്ങിയിട്ടുണ്ട്. ആ ചെടിയിൽ തന്നെ നിന്ന് ഉണങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി അധികം വളവും ഇതിനെ കുറച്ച് കാറ്റ് തട്ടാത്ത രീതിയിലൊക്കെ സംരക്ഷിക്കാൻ നല്ല ഹൈറ്റിൽ വന്നിട്ട് അത് ഇഷ്ടം പോലെ മല്ലി ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത് അധികം ഹൈറ്റിലൊന്നും വന്നിട്ടില്ല, ചെറിയ തയ്യനാണ്. ഞാൻ പറഞ്ഞില്ലേ, കാറ്റടിക്കുമ്പോൾ ഈ തൈകളൊന്നും വളരൂല. പക്ഷേ അത്യാവശ്യത്തിൽ അധികം നല്ല ഇലകളൊക്കെ നിന്നു. ഞാൻ പിന്നെ ഇല എടുക്കാൻ വേണ്ടി മാത്രമാണ് മല്ലി കൃഷി ചെയ്യണത്, അല്ലാതെ മല്ലി ഉണ്ടാക്കാനല്ല കേട്ടോ. അപ്പോൾ നെൽസൺ ഇങ്ങനെ ഓരോന്നെടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തമായിട്ട് പറിച്ചു തന്നിട്ട് ആ വാഴേൻ്റെ ചോട്ടിലിട്ടോന്ന്. അത് അവിടെ കിടന്ന് കിളിക്കാനേ കിളിച്ചോട്ടെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പണി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതേ ആകാശമൊക്കെ ഇരുണ്ട് മൂടി വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്നായിരിക്കും ഇവിടെ മഴ പെയ്യുക. ചാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മഴേൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ, ചെറുതായിട്ട് ഇങ്ങനെ ചാറി വരുന്നുണ്ട്. സൂര്യകാന്തിയിലൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സൂര്യകാന്തി നല്ല വലുപ്പമുണ്ട് കേട്ടോ. അയ്യോ, ഞാനിത് തൊടാൻ വേണ്ടി പോവായിരുന്നു. അപ്പോഴാണ് ഇതിൽ തേനീച്ച തേൻ കുടിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ തേനീച്ച തേൻ കുടിച്ചത്. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തേനീച്ച കൂടുണ്ട്, ഒരുപാട് തേനീച്ചകളുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മഴ പെയ്യുന്ന കണ്ടിട്ട്, അതായത് ചെറുതായിട്ട് ഞാൻ ചാറിണ്ടിട്ട് തങ്കു കുരയ്ക്കുകയാണ്. തങ്കുവിൻ്റെ ഒച്ച ഇതിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണോന്ന് അറിയില്ല. പക്ഷെ തങ്കു അവിടെ ഇരുന്ന് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് സൂര്യകാന്തി പൂത്തിട്ടുണ്ട്. ഇതിലൊക്കെ അതേ മുട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിലൊരു മുട്ടുണ്ട്. ഇത് വിരിയാനായി നിൽക്കുന്നു. നാളത്തേക്ക് ചിലപ്പോൾ വിരിയായിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു മുട്ടുണ്ടായിട്ടുണ്ട്. മഴ ചാറുന്നുണ്ട്. ഞാൻ നിങ്ങളെ പെട്ടെന്ന് മഴ അധികം ആവുന്നതിന് മുന്നേ സൂര്യകാന്തി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നിവിടെ കാണിക്കാനുള്ളത്, ഈ വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും, ഇവിടെയൊക്കെ ഒരുപാട് പയറിൻ്റെ ചെടി ഉണ്ടായിരുന്നു. ഞാൻ പയർ പറിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ആ പയറൊക്കെ അതേ ഞാൻ പറിച്ചളഞ്ഞേക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കീടശല്യം കൂടുതലായി പോയിട്ടോ പയറിൽ. അതായത് കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുഞ്ഞ വന്നിരിക്കുന്നത്, അത് ഒരുപാടായി എല്ലാ പയറിലേക്കും. പയർ മാത്രമല്ല, ചീരേൻ്റെ ഇലയിലേക്ക് വരെ ആ ഒരു മുഞ്ഞേൻ്റെ ശല്യം വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട്, ചീരേൻ്റെ ഇലയ്ക്കൊക്കെ വരിക പറഞ്ഞാൽ കുറച്ച് കൂടുതലാണത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, എല്ലാ പയറും അങ്ങ് പറിച്ച് കളഞ്ഞിട്ട് ഇതേ പുറത്ത് ഞങ്ങൾ തീയിട്ട് കളഞ്ഞു കേട്ടോ. ഒന്നും വെറുതെ കളഞ്ഞില്ല, തീയിട്ടിട്ട് ആ ഇലയൊക്കെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. വേറെ ഒന്നുകൊണ്ടും അല്ല, ആ ഒരു കീടശല്യം വേറൊരു ചെടിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇത് ആകെപ്പാടെ ഒരു പയറിൻ്റെ വള്ളി മാത്രം ഉണ്ട് കേട്ടോ, ഒരു പയറിൻ്റെ ചെടി മാത്രമുണ്ട്.
പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മലാവി ഡയറീൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിൽ പോയായിരുന്നു, അതായത് അവരെ കൃഷികൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോരോ ബോക്സ് ആക്കി തിരിച്ചിട്ട് അതിലൊക്കെ മത്തൻ്റെ വിത്ത് നട്ടിട്ട് അതിൻ്റെ ഇല സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ടായിരുന്നു അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും ഇവിടെ വന്ന് ബോക്സ് ആക്കി കൃഷി ചെയ്യാൻ കേട്ടോ. പക്ഷേ ഇതിൽ മത്തനല്ല ഞാൻ നട്ടേക്കുന്നത്, ഇതിൽ ഞാൻ സ്വീറ്റ് കോണാണ് നട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ മെയ്സ് ഉണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് പൊന്തുന്നുണ്ട്. ചെറുതായിട്ട് ഇതിലൊന്നും മുളച്ചില്ല, ഇത് മുളച്ച് വരുന്നു ഉണ്ടോ. പിന്നെ ഇത് എൻ്റെ മാവും തൈ ഇതേ ഇത്രയായിട്ടുണ്ട് കേട്ടോ. അധികം ഹൈറ്റ് ഒക്കെ ഇല്ല, ഇവിടെ നിന്ന് തന്നെ കുറേ പൊട്ടി തെളുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ, കുറേ ബ്രാഞ്ചസ് ആയി. ഈ മഴ പെയ്യുമ്പോഴത്തേക്കിന് ഇതൊക്കെ കുറച്ചും കൂടി ഹൈറ്റ് വയ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെയ്സ് നട്ട പോലെ തന്നെ ഞാനിവിടെ പയറും വെള്ളരിയും ഒക്കെ നട്ടിട്ടുണ്ട്. ഇതൊന്നും മുളച്ചിട്ടില്ല, ഈ 2 പയറ് മാത്രം മുളച്ചിട്ടുണ്ട് തോന്നുന്നേ, ബാക്കിയൊക്കെ ഇനി മുളയ്ക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇതുണ്ട് മഴ പെയ്തപ്പോഴത്തേക്കിനും ഇവിടെ കൂണുണ്ടായത് കണ്ടോ. പക്ഷേ ഈ കൂണൊന്നും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കണ്ടോ ഇവിടെ മലാവിൽ ഇഷ്ടംപോലെ കൂണുണ്ടാവും, പക്ഷെ ഇത് കഴിക്കാൻ പറ്റുന്ന കൂണാണോ നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കാറുമില്ല കേട്ടോ. ഇതൊന്നും കഴിക്കാൻ പറ്റുന്നതല്ല തോന്നുന്നു, അറിയില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ കൂൺ കറിയൊക്കെ ഉണ്ടാക്കി തിന്നേനെ. ഇത് ഞാൻ ഈ പപ്പായയ്ക്ക് വേണ്ടിയിട്ട് അടിയിൽ കുറേ ചപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് ചീരേൻ്റെ തേക്ക് മുളച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ കൂണ് വിടുന്നുണ്ടായി. ഇവിടെ ഉണ്ട് ഒരു മുട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കൂണല്ല, അത് വേറെ എന്തൊരു കൂണാണ്, തിന്നാൻ പറ്റുമോ എനിക്ക് അറിയില്ല കേട്ടോ. കുറേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ, കുറേ മുളച്ച് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട് കാണിച്ചുതരാം. നമുക്ക് കുക്കിനോട് ചോദിച്ചേക്കാം, അവർ തിന്നുന്നു. അവർ തിന്നാണെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ, നമ്മൾ തിന്നണ്ടെന്നല്ലേ ഉള്ളൂ. ചോദിച്ചേക്കാം നമുക്ക്. അപ്പോഴേ ഞാനിത് നമ്മുടെ ജയരാജനോട് ചോദിച്ചു നോക്കി, നിങ്ങളിത് കഴിക്കും ഇങ്ങനത്തെ കൂണ്, ഇത് ഇവർ കഴിക്കുന്ന കൂണല്ല. ഈ കൂണിൻ്റെ അടിയിലുണ്ട് ഒരു ചുമപ്പൊക്കെ വരുന്നത്, ചുവന്ന നിറം കണ്ടോ. ഇത് കഴിക്കുന്ന കൂണല്ല കേട്ടോ. അപ്പം അത് നമുക്ക് വലിച്ചെറിയാം. മഴ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ, നേരത്തെ ചെറിയ ചാറ്റിലുണ്ടായിരുന്നുള്ളൂ. തങ്കുമോന് തങ്കുവേ ഞാനും അരുണേട്ടനും അസോസിയേഷൻ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. എന്തെങ്കിലും ആണ്ടിലൊരിക്കലൊക്കെ ഉള്ളു ഇങ്ങനെ ഒരു പോക്കൊക്കെ. അപ്പോ അസോസിയേഷൻ പ്രോഗ്രാമിന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്നെടുത്ത വീഡിയോ അത്യാവശ്യം നല്ല ലോങ് ആണ്. അപ്പോൾ ഇതിന് ഒരുപാട് GB ആയിരിക്കും ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാനും അരുണേട്ടൻ നിൽക്കുന്നത് ആഫ്രിക്കയിലെ മലാവി എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ശോകമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ലോങ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം.